ഹലോ ഗായ്സ്, വെൽക്കം ടു എസ് എ കോളിറ്റിക്സ്. ഞാൻ സൂര്യ. അപ്പോൾ അച്ഛനൊക്കെ സ്കൂളിൽ ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മോഡലായ കൊണ്ട് ലീവാണ്. അപ്പം നമ്മൾ വീട്ടിലേക്കുമ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഒക്കെ പോകാൻ. ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കൂടെ പറയാം എന്താ സംഭവം എന്ന്. അപ്പോൾ നേരെ പോവാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വരാലിന് ഫീഡിങ് ആണ്. മത്തീനാണ് കൊടുക്കുന്നത്. അമ്മ അതിൻ്റെ വേസ്റ്റ് വരുന്നത് അതിൽ ഈ പട്ടിക്കുട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മൊയ്യിനിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതും കാണിച്ചു തരാം. അപ്പോൾ ഈ മത്തി ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വരാൽ അതിനായിട്ട് തിന്നൊന്നും അറിയാമെങ്കിൽ എന്താ ചാനൽ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ ഇവൻ്റെ ഈ പട്ടിക്കുട്ടിയുടെ കൂടെ 4 കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും അവക്കൂടെ കിടക്കുന്നുണ്ട്. പക്ഷേ എവിടെയെന്ന് എല്ലാവർക്കും അറിയുന്നില്ല. ഒന്ന് ചത്തു എന്നൊക്കെയെന്ന് പറഞ്ഞ്. ഇവന് പറ്റിയൊരു പേര് നല്ലതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പം നമുക്ക് അതിനിട്ട് വിളിക്കാം. അപ്പോൾ പട്ടിക്കുട്ടി ഒരു സാധാ തെരുവ് നായയാണ് എന്തായാലും. അപ്പം നമ്മളെ അമ്മ അവിടെ മീൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ ഉണ്ട് മീൻ റെഡിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ മൊയ്യിനെ കാണിച്ചാൽ ചെറുതായിട്ട് കാണുന്നുള്ളൂ. വെളിച്ചമുണ്ടോണ്ടാ വലിപ്പം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ട് ആക്റ്റീവാണ്. അനങ്ങാതൊക്കെയാണ്. പുതിയ ടാങ്കിക്ക് മാറ്റിയതിൻ്റെ സ്ട്രെസ് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. അത്യാവശ്യം പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട് മേത്ത് കൂടെ. നമ്മളിതാ വരാൽ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഒരു ലൈഫ് ഫീഡ് കൊടുക്കുന്നത് നമ്മളിവന്. നമ്മളോട് നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടിയുണ്ട്. എൻ്റെ അനിയത്തി തന്നെയാണ്. ശിവാനി എന്നാണ് പേര്. പേര് പറഞ്ഞു കൊടുക്ക്. നമ്മൾ മീനിനെ കാണാൻ വന്നതല്ലേ. അപ്പോൾ അതാ അമ്മ ഒരു ചെറിയ മീനിൻ്റെ ഒരു പകുതി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ മുറിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട്. ഇനി നമുക്ക് നേരെ വരാലിന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെറിയ പീസ് ഇട്ട് കൊടുത്ത് നോക്കട്ടെ. എന്താ ഒരു ചെറിയ പീസ് എടുക്കട്ടെ എന്നിട്ട് ഇട്ട് കൊടുക്കാം. സ്ട്രൈക്കിങ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കാണാം. ഇതാ ഇട്ട് അപ്പം തന്നെ അടിച്ചിട്ടുണ്ട് അതിനെ. ഇനി ഇങ്ങനെ സ്ട്രൈക്കിങ് കൂട്ടിയിട്ട് അഗ്രഷൻ വരുത്തിയിട്ട് വേണം കുറച്ച് വലുതായിട്ട് നമുക്ക് കുറച്ച് അഗ്രഷൻ വരുത്തി സീനാക്കണം. തുപ്പിയിട്ട് പിന്നെയും വായിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. നേരത്തെ ഒരു പീസ് ഈ വീഡിയോയിൽ കാണിക്കാതെ അതിന് മുന്നേ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ദഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത് നിൽക്കുന്നുണ്ട്. വാഴയുടെ ഇടയിൽ കുടുങ്ങിയിട്ട് കുറച്ച് നേരം പിടിക്കും അടുത്ത സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ വരാലാണ്. അപ്പം നമുക്ക് അടുത്ത ഇട്ട് കൊടുത്ത് നോക്കാം. ഒരു പീസും കൂടി ഇട്ട് കൊടുത്ത് നോക്കണേ. അപ്പോൾ ഗൈസ് അത്യാവശ്യം സ്ട്രൈക്കിങ്ങൊക്കെ ഉണ്ട്. ഇതിട്ട് കൊടുത്ത് സ്ട്രൈക്കിങ് ആദ്യം കുറച്ച് നിൽക്കേണ്ടി വരും. അവിടെ നോക്കി നോക്കാം നമുക്ക്. ആദ്യം വന്ന് നോക്കുന്നുണ്ട് എന്താന്ന്. മറ്റേത് വായിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നത്. അതിൻ്റെ അടുത്ത് വന്നിങ്ങനെ വെറുതെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള ഇതിനാവും. ഇനി കടിച്ചുകൊണ്ട് എടുക്കുമെന്നറിയില്ല. അതിനെ എടുക്കാൻ നോക്കണം. എടുത്തു. അപ്പം ഇനി അതിനെ കൊണ്ടിട്ട് മെല്ലെ തിന്നോളും. അപ്പോൾ ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വിശപ്പ് അത്രയ്ക്ക് ഇല്ലയെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ കുറേ നാഞ്ഞൂളിനെയൊക്കെ പിടിച്ച് ഇട്ട് കൊടുത്തിരുന്നു. മണ്ണിനെ മൊയ്യിനിട്ട് കൊടുത്തിരുന്നു. മൊയ്യ പക്ഷെ അത്രയ്ക്ക് ആക്റ്റീവൊന്നുമല്ല. അപ്പം നമുക്ക് ഇനി പോയിട്ട് മൊയ്യിനിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബാക്കിയാണ് ഈ 3-4 പീസ് നമുക്ക് മൊയ്യിനിട്ട് കൊടുക്കാം. പക്ഷേ മൊയ്യിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ചെറിയ പീസ് ഇട്ട് കൊടുത്തോക്കാം അതിൻ്റെ അടുത്തേക്ക്. അത് കൈ വരുമ്പോൾ പോകാറുള്ളതാണ് പതിവ്. അങ്ങോട്ട് പോയി. പക്ഷേ അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നുകൊണ്ട് അവിടെ കടന്നു പോയി. നമുക്കിനി അടുത്ത പീസ് അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. ദൂരത്തുള്ള അങ്ങനെ തിന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ട് കൊടുക്കുന്നത്. പക്ഷേ കൈ കൊണ്ടുപോയി അത് ഓടുകയാണ്. അപ്പോൾ ഇനി ഇതിന് അടുത്തേക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഒരു പീസും കൂടി എടുത്തിട്ട് കൊടുത്ത് നോക്കാം നമുക്ക് അതിൻ്റെ അടുത്തേക്ക്. തിന്നൊന്നല്ല തിന്നുന്നു. 2 പീസൊക്കെ അടുപ്പിച്ചിട്ട് തിന്നുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് മൊയ്യിനെ ലൈഫ് ഫീഡ് പഠിപ്പിക്കണം. ഇനി ഫുള്ള് പെല്ലറ്റാ തിന്നത്. ഞാനുള്ള മാത്രം ഒരു കാണാൻ പറ്റുമോ 2 തിന്നു. ഇനി മറ്റേത് പോയിട്ട് തിന്നോന്ന് അറിയില്ല. നമ്മൾ ഇല്ലാത്ത ടൈമിൽ തിന്നുണ്ടാവുക. അപ്പോൾ ഗൈസ് ഇനി വരാൽ വലുതാവും തോറും എന്താ പറയുക ലൈഫ് ഫീഡ് കൊടുക്കാമെന്നാണ് മറ്റേ ഇത് വരാലങ്ങനെ കടക്കാനും പറഞ്ഞത്. അപ്പം ഇനി മൊയ്യും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളത് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ ബൈ.